ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നാളെ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ പത്തിലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം പൊടിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം അത് പത്തിൽ ഉരുട്ടി വെച്ചു, പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ മുട്ടക്കറിയായിരുന്നു പത്തിലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ നമുക്ക് കയ്യിൽ തിരുമ്പാനുള്ളതൊക്കെ കയ്യിൽ തിരുമ്പി പുറത്ത് ആറിയിട്ടിട്ടുണ്ട്. അതേപോലെ മെഷീനിലിട്ടതൊക്കെ ഉള്ളിലാണ് ആറിയിടാറ്. പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും, അതുകൊണ്ട് തന്നെ പുറത്തിടാറില്ല. പിന്നെ ഇതേപോലെ നമ്മുടെ ചെടിയിലൊരു പീച്ച് കളർ നല്ല റോസ് ഒന്ന് വിരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ ഉച്ചക്കേക്ക് വറവിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടതാണ്. ക്യാബേജും ക്യാരറ്റും അതേപോലെ ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലുള്ള പച്ചക്കറികളൊക്കെ തീർക്കണം നാളെ പോകുന്നത് കൊണ്ട് തന്നെ. പിന്നെ വറവ് ഉണ്ടാക്കി വെച്ചു. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവോളയും തേങ്ങയും ചേർത്തിട്ട് വറവുണ്ടാക്കി വെച്ചു. പിന്നെ നമുക്ക് കൂന്തലുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒരു മസാല പോലെയാണ് ചെയ്തെടുക്കുന്നുള്ളത്. സവോളയും തക്കാളിയും അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു. ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി, പച്ചമുളക് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് മസാല പോലെ ചെയ്തെടുത്തു. വറവും അതേപോലെ ഈ കൂന്തളുമാണ് നമുക്കിന്ന് ഉച്ചക്ക് ചോറിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കൂന്തലും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വേവിച്ചെടുത്തു. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ നിന്ന് അത്യാവശ്യത്തിലധികം വെള്ളം ഇതിൽ നിന്ന് പൊട്ടി വരും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കലാണ് പണി. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തു. അതാകുമ്പോൾ വേഗം വറ്റി വന്നോളും. കൂന്തളൊന്ന് വെന്ത് വരുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് കടിക്ക് വേണ്ടിയിട്ട് സമൂസ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രിഡ്ജിൽ ക്യാബേജും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമൂസ ഷീറ്റും കൂടി ഉള്ളതുകൊണ്ട് തന്നെ സമൂസയുടെ മസാല ചെയ്തെടുക്കലാണ്. ഇതിലിപ്പോൾ ക്യാബേജും ക്യാരറ്റും അതേപോലെ കുറച്ച് സവോളയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് വറ്റിയെടുത്തു. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പൊടികളും ഇറച്ചിയും ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു 2 പൊടി മാത്രം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലെ പണിക്കാർ ബീഫ് കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ഇറക്കി വെക്കുക. ഇനി സമൂസ ഷീറ്റിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാടമുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി തീർക്കണം. മുട്ടയുള്ളത് അങ്ങനെ ഒന്നും വെച്ചിട്ട് പോയാലൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഫ്രിഡ്ജ് മുട്ടയൊക്കെ വെച്ചിട്ട് കുറേ പഴകിയാലോ എന്നുള്ള ഒരു തോന്നലാണ്. അതുകൊണ്ട് തന്നെ കാടമുട്ട അത്ര കുറേ ഉണ്ടായിരുന്നില്ല, ഏകദേശം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു വൈകുന്നേരത്തെ സമൂസയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്ക്. പിന്നെ സമൂസയും പൊരിച്ചെടുത്തു. ഇതിപ്പോൾ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, മുട്ട വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ മുളക് പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. കോൺഫ്ലവർ മിക്സ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പൊരിച്ച് വന്നപ്പോൾ ഏകദേശം കോൺഫ്ലവറൊക്കെ ഇട്ട പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ സമൂസയും കൂടി പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. വീണ്ടും വരാം. ബൈ.